എവരിവൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് നമ്മളൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്നാണ് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും. അപ്പോൾ അത് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ നമുക്ക് പുതിയത് എങ്ങനെയാണ് നട്ട് വളർത്താനുള്ള പുതിയൊരു ട്രിക്കും കൂടിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാനൊരു 3 ആഴ്ചയിൽ കൂടുതലായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഞാൻ വാങ്ങുമ്പോഴുണ്ടായിരുന്ന എല്ലാ ഇലകളും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തരം ഇലകളും കാണുന്നത് മുഴുവനായിട്ടും പുതിയതായിട്ട് വളർന്നുണ്ടായിട്ടുള്ളതാണ്. അതായത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വളർന്നു വന്നിട്ടുള്ള ഇലകളാണ്. അപ്പോൾ ഞാനിപ്പോൾ കറികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതും ഇതിൽ നിന്ന് പുതിയതായിട്ട് മുളച്ചുണ്ടായിട്ടുള്ള ആ ഒരു ഇലകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വളർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഇലകൾ വാടിപ്പോവാതെ കുറേ കാലം സൂക്ഷിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പിന്നീടുള്ള ആവശ്യത്തിന് ഇതിൽ നിന്ന് പുതിയതായിട്ട് ഇതുപോലെ വളർന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു തവണ മല്ലിയില വാങ്ങിയാൽ ഒരുപാട് നാൾ, ഒരു 6-7 ആഴ്ചയിൽ കൂടുതലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കിട്ടും കേട്ടോ. അതിൽ നിന്ന് ഇലകളെന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് തഴച്ച് വളരാനൊന്നുമില്ല, പക്ഷേ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ള അത്രയും ഇലകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ വെറുതെ ഉണങ്ങിപ്പോകുന്ന വാടിപ്പോകുന്ന ആ ഒരു ഇലകൾക്ക് പകരം നമുക്ക് കുറച്ച് കാലം കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലകൾ നമുക്കിതിൽ നിന്ന് വളർത്തിയെടുക്കാം. അപ്പോൾ അതാണെന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ മല്ലിയിലയും പുതിനയിലൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും പുതിയ ഇലകൾ വളർത്തിയെടുക്കുകയും ചെയ്യാം, ഉണ്ടായിരുന്ന ഇലകൾ വാടിപ്പോവാതെ നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുള്ള പുതിനയിലയും മല്ലിയിലയുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിതുപോലെ ഫ്രിഡ്ജിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ എങ്ങനെയാണ് ഈ രീതിയിൽ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുള്ള മല്ലിയിലയും പുതിനയിലയൊക്കെ നല്ലതായിട്ട് കെട്ടഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടതിന് ശേഷം, ഇപ്പോൾ പുതിനയിലയാണ് നമ്മൾ ആദ്യം ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ തണ്ടും നമ്മളിതിൽ നിന്ന് അടർത്തിയെടുക്കുക. എന്നിട്ട് ഈ തണ്ടിൻ്റെ ഏറ്റവും അടിവശത്തുള്ള ഇലകളൊക്കെ നമുക്കൊന്ന് നുള്ളിക്കളയണം. അതുപോലെ തന്നെ തണ്ട് ഒടിഞ്ഞു പോയതൊക്കെ ഉണ്ടാവും, അടിവശത്ത് ഇങ്ങനെ ഒടിഞ്ഞു പോയതൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്. അത് നമുക്കിത് ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടുന്നതാണ്. അപ്പോൾ ചീഞ്ഞു പോവാതെ നമുക്ക് വളർത്തിയെടുക്കാനുള്ളതും കൂടിയാണ്. അപ്പോൾ അത് കാരണം ഇതുപോലെ ഓരോ തണ്ടും നമ്മൾ അടർത്തി ഇതുപോലെ കേടുവന്ന ഇലകളൊക്കെ ഒന്ന് മാറ്റി തണ്ടിൻ്റെ ഏറ്റവും അടിയിലുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതുപോലെ പൊട്ടിപ്പോയിട്ടുള്ള തണ്ടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലുള്ളൊരു ഗ്ലാസ് ജാറിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം. അതായത് നമ്മുടെ ഈ ഒരു പുതിനയിലയുടെ ഇലയൊന്നും ഈ ഒരു വെള്ളത്തിൽ തട്ടി നിൽക്കരുത്. അതിനാണ് നമ്മൾ അടിവശത്തുള്ള ഇലകളൊക്കെ ഒഴിവാക്കിയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇലകളൊന്നും ഈ ഒരു വെള്ളത്തിൽ തട്ടിയിട്ടില്ല, ഈ ഒരു തണ്ട് ഭാഗം മാത്രമാണ് വെള്ളത്തിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് കാണിക്കാം. അതുപോലെ നമുക്ക് മല്ലിയിലയും കൂടെ ചെയ്തെടുക്കാം. അപ്പം മല്ലിയില ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മളൊന്ന് ക്ലീൻ ആക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം മല്ലിയിലയിൽ ഒരുപാട് മണലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ നേരത്തെ പുതിനയില ചെയ്ത പോലെ തന്നെ മല്ലിയിലയും ഓരോ തണ്ടും ഇതുപോലെ അടർത്തി എടുക്കുകയാണ്. അപ്പോൾ വേരുള്ള തണ്ടുകളാണ് നമുക്ക് ആവശ്യം കേട്ടോ മല്ലിയില എടുക്കുമ്പോൾ. അപ്പോൾ വേരില്ലാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഇലകളിങ്ങനെ കൊഴിഞ്ഞു വന്നതും ഈ ഒരു വേരിൽ നിന്ന് തണ്ട് വേറിട്ട് വന്നതൊക്കെ, അതൊക്കെ മാറ്റിയെടുത്തിട്ട് ഇതുപോലുള്ള വേരുള്ള ഭാഗം മാത്രം എടുക്കുക. അപ്പോൾ ആ ബാക്കിയുള്ള മല്ലിയിലൊക്കെ നമുക്ക് അന്നത്തെ കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതൊക്കെ നമുക്ക് മാറ്റി വെക്കുക. വേര് പൊട്ടിപ്പോയതൊക്കെ ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു മല്ലിയിലയുടെ ആ ഒരു വേരിൻ്റെ ഭാഗം നന്നായിട്ട് വാഷ് ചെയ്യണം. കാരണം അത്രയും മണലാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു മണൽ പോകുന്ന വിധത്തിൽ നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു വേര് ഭാഗം. ഇനി നമുക്കിതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കുക. ഒരുപാട് വെള്ളം കുടഞ്ഞു കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വളരെ ചെറിയ രീതിയിലൊന്ന് വെള്ളം തെളിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഗ്ലാസ് ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഇത് ഇറക്കി വെക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, മല്ലിയിലയുടെ തണ്ടിലേക്ക് വെള്ളം തട്ടുന്ന രീതിയിൽ വെക്കരുത്. മല്ലിയിലയുടെ വേര് മാത്രമാണ് ഈ വെള്ളത്തിൽ തങ്ങി നിൽക്കേണ്ടത്, അല്ലെങ്കിൽ മുട്ടി നിൽക്കേണ്ടത്. കണ്ടില്ലേ, ഈ വേര് മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ. തണ്ട് ആ ഒരു വെള്ളത്തിനകത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ 2 ബോട്ടിൽ നമ്മളിവിടെ റെഡിയാക്കി, അതായത് മല്ലിയിലയും പുതിനയിലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു മല്ലിയിലയും പുതിനയിലയും ഒരു ടീസ്പൂൺ വിനാഗിരി ഇട്ട് വെച്ച വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറ്, അതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തിരുന്നാലും അത്രയും നല്ലതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു പണിയാണല്ലോ. അപ്പോൾ ഒരു ടീസ്പൂൺ വിനാഗിരി ഇട്ടിട്ടുള്ള വെള്ളത്തിലേക്ക് അല്പം മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം പിന്നെ എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു തുണിയിൽ പരത്തിയിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നാൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, കാരണം എനിക്ക് അതൊന്നും കൂടെ ഒരു പണിയായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. കുറച്ചധികം തന്നെ നമുക്ക് ഈ ഒരു മല്ലിയിലയും പുതിനയിലയൊക്കെ നിൽക്കും. അതുകൊണ്ടാണ് അതിന് ശേഷം നമ്മളിതുപോലെ ഒരു കവർ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്തെടുക്കണം. അതായത് നമ്മൾ ഈ മല്ലിയിലയും പുതിനയിലൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ള അതേ കവർ തന്നെയാണ് കേട്ടോ ഞാനിത് മൂടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ കവർ ചെയ്യാൻ മറക്കരുത്. കവർ ചെയ്തിട്ട് മാത്രമേ ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചിട്ടുണ്ട്, ഡോറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് ഈ ഒരു കവർ മാറ്റി മല്ലിയിലയും പുതിനയിലൊക്കെ എടുത്താൽ മതി. അപ്പോൾ അത് കുറേ നാളിങ്ങനെ ഇരിക്കും. നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും അത് പുതിയതൊക്കെ കിളിർത്തുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം മാറ്റി കൊടുക്കുക കേട്ടോ. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് വെള്ളം മാറ്റി കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്കിതിങ്ങനെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.